കൊച്ചിയിലാണ് ഞങ്ങളുള്ളത്. XandY കൊച്ചിയിലുള്ള സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് XandY ടീം ഇവിടെ എത്തിയതായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് സയാനും സയാൻ്റെ പാരൻറ്റുമാണ്. അപ്പോൾ വെൽക്കം ടു XandY ഫാമിലി. ആക്ച്വലി നമ്മൾ ഓരോ റീജിയൻ വൈസും നമ്മളൊരു മീറ്റപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് കുറേ പേർക്ക് കുറേ കരിയറുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റപ്പ് വെച്ചിരുന്നു. അതിൽ കുറേ പാരൻസ് വന്നു, സ്റ്റുഡൻസ് ഒക്കെ വന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊച്ചിയിലുള്ള ചെറിയൊരു ഗ്യാതറിങ്, ഒരു 10-15 കുട്ടികളെ, 31 പേരാണ് നമ്മൾ കൊച്ചിയിൽ സ്റ്റുഡൻസ് ആയിട്ട് മീറ്റപ്പിന് വരും എന്ന് പറഞ്ഞിരുന്നത്. എല്ലാവരോടും നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, ഒരു 1-on-1 ആയിട്ട് അവരുടെ കരിയർ സംശയങ്ങളും അവരുടെ ഡൗട്ട് കാര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാന്നുള്ള ഉദ്ദേശത്തിലാണ് അജ്മൽ സാർ ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ സയാനും പാരൻറ്റുമാണ് എൻ്റെ കൂടെ ഉള്ളത്. പാരന്റ് ആക്ച്വലി നിങ്ങളുടെ പേര് തനുജ. അല്ലമീൻ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നേരത്തെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കേട്ടു കുട്ടിക്ക് സയാന് സ്കൂളിൽ മാത്സ് ആക്ച്വലി സ്വാഭാവികമായിട്ടും സ്കൂളുകളിലൊക്കെ കുറേ വഴികളൊക്കെ എഴുതിയിട്ടാണ് മാത്സ് പഠിപ്പിക്കുക. XandYയിൽ കുറച്ചുകൂടെ സിംപ്ലസ്റ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് മാത്സ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാണല്ലോ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താണ് ആക്ച്വലി മാത്സ് നമ്മുടെ കുട്ടികൾ വഴികൾ എഴുതി ചെയ്യണം, അത് ഒബ്വിയസ്ലി ബോർഡ് എക്സാംസിന് അത്രമാത്രം പ്രാധാന്യപ്പെട്ടതാണ്. പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ കേസിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എഴുതണമല്ലോ, പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം. അതിനുള്ള ട്രിക്സ് ടിപ്സ് ഇതൊക്കെയാണ് നമ്മൾ ആക്ച്വലി നിരന്തരമായിട്ട് ഫൗണ്ടേഷൻ കോഴ്സിലും പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താണ് മാമിന് ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക്, എന്താണ് പ്രൊഫസർ എന്നുള്ള നിലയ്ക്ക് മാത്സിൻ്റെ ഒരു സംഗതി പറയാനുള്ളത്? മാത്തമാറ്റിക്സ് ടീച്ചർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം തന്നെയാണ്. അതായത് ഞാൻ മാത്സ് ആയതുകൊണ്ട് എനിക്കറിയാം ഒരു കണക്ക് നമ്മൾ ഏറ്റവും എളുപ്പ വഴിയിൽ എങ്ങനെ ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പം കൂടുതൽ മാക്സിമം സ്റ്റെപ്സ് നമ്മൾ ഒഴിവാക്കിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവരുടെ സ്കൂളുകളിൽ ഇതുപോലെ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവാൻ വേണ്ടിയാണല്ലോ അവർ പഠിപ്പിക്കുന്നത്. അവർ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പല വഴിയിലാണ് അതവരെത്തുന്നത്. അത് മാത്രമല്ല, ഒരു പ്രോബ്ലം നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പം നമ്മുടെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും നമ്മളത് മനസ്സിലാക്കണം. ഫുൾ സ്റ്റെപ്പും നമ്മൾ മനസ്സിലാക്കണം. എളുപ്പ വഴികൾ ഏതൊക്കെ രീതിയിലുണ്ട്, അങ്ങനെയുള്ള പല വഴികളും ഇവിടെ പറയുന്നുണ്ട്. ഞാനും അവന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അത് നമ്മൾ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അവനതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അവൻ പതുക്കെ ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം ജൂലൈയിലാണ് ഞങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് അവൻ ചോദിക്കുമായിരുന്നു, സ്കൂളിൽ അത്രയും സ്റ്റെപ്പ് കുറച്ചല്ലേ, കൂടുതലായിട്ടല്ലേ പറയുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലായി. പിന്നെ ഇത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മളത് ഇനി നമ്മുടെ ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം നമ്മുടെ ആ ഒരു JEE എന്നുള്ള ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ ആണോ ആളുടെ ലക്ഷ്യം? എഞ്ചിനീയറിംഗിന് പോകണം. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ ഏറ്റവും മാക്സിമം സ്പീഡ് തന്നെയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഇവിടെ മെൻഡിക്യൂസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് അവന് ഭയങ്കര ഒരു മാറ്റം ഉണ്ട്. അതില് ഇഷ്ടമാണ്. അത് എപ്പോഴുണ്ടെങ്കിലും ജോയിൻ ചെയ്യാറുണ്ട്, കിട്ടാറില്ല എങ്കിലും അവൻ ആ സ്പീഡ്. പക്ഷെ എനിക്ക് ആദ്യമൊക്കെ തോന്നുമ്പോൾ സമയം വളരെ കുറവാണ്. അത് പക്ഷെ നല്ലൊരു കാര്യമാണ്. അവരത് ട്രെയിൻ ചെയ്ത് വരുമ്പോൾ എന്തായാലും അവർക്ക് അതിലോട്ട് എത്തിപ്പെട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഫീൽഡിലോട്ട് ഇവർക്കതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് തന്നെയാണ്. ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലേണിംഗ് തന്നെയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ? കുഴപ്പമില്ല. മെന്റർമാരും നല്ലതാണ്. സോയ മാം ആണല്ലേ മെന്റർ? പിന്നെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ കയറാറില്ലേ? നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും IITians ഡോക്ടേഴ്സ് ആണ്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ് എത്രമാത്രം ഹെൽപ്ഫുൾ ആവാറുണ്ട്? അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ സ്കൂളിലും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. പക്ഷെ നമ്മളുടെ ഒരു ഫാക്കൽറ്റി പൂൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്ത് വന്നിട്ടുള്ള പ്രീമിയർ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്, അവരുടെ കോളേജിലെ അനുഭവങ്ങൾ, അവരെങ്ങനെയാണ് കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ കിട്ടാറുണ്ടോ? ഇച്ചിരി ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ പോലെ തോന്നും, മോട്ടിവേഷൻ. ഓക്കെ. അവൻ്റെ സ്കൂളിൽ ഇങ്ങനെ ഇതുവൻ മാത്രമാണ് ഇങ്ങനെ ഒരു ഇതിന് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. കാരണം ഇപ്പോഴായാലും നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അത് അവൻ സ്പീഡിൽ ചെയ്യും. അതെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ എല്ലാ ആഴ്ചകളിലും വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ കൂടുതലും MCQs കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഭയങ്കര നമ്മളതൊരു
ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റെപ്പ് തന്നെ ആയിരിക്കും എന്നാണ്. അതെ അതെ. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. നമ്മുടെ മക്കൾ അങ്ങനെ ഒരു ഇതിലെത്തിയത് കൊണ്ട്, അങ്ങനെ ഒരു അവസരം ഞങ്ങൾ കണ്ടതുകൊണ്ട് അതെ അതെ അതൊരു സാറിൻ്റെ ഒരു വലിയൊരു എന്താണ് ഇനിഷ്യേറ്റീവ് തന്നെയായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ ദ ടൈം. അപ്പോൾ നമ്മൾ ഇതുപോലെ മാക്സിമം കുട്ടികളുമായിട്ട് അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കേൾക്കുക, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യുക, പരമാവധി കുട്ടികളായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് റീജിയൻ വൈസ് മീറ്റപ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമാണ് ഒരു ഗ്യാതറിങ് കൂടിയിരുന്നത്. അങ്ങനെ കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട്, പിന്നെ IIT മദ്രാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്ന ഒരു സാറ്. അപ്പോൾ നമുക്കൊന്നും അവിടെ വരെ ഒന്നും എത്താൻ പറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു നഷ്ടബോധം ഉണ്ട്. എന്തായാലും നമ്മുടെ പാരൻസിന് അങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആ സന്ദർഭത്തിൽ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് സാറിനെ കാണണമെന്നും കാരണം സാറിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറച്ചുകൂടെ നല്ലൊരു രീതിയിലാക്കണമെന്ന് സാറിന് ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹമുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ടും ഞങ്ങളുടെ എല്ലാ ആശംസകളും എന്തായാലും ഉണ്ട്. ഓക്കെ, എനിവേ താങ്ക്സ് ദയാൻ. താങ്ക് യു.